നമ്മുടെ യൂട്യൂബ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് പുതിയ 2-3 സ്റ്റോക്സിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2016 മോഡൽ ഹുണ്ടായുടെ i20 മാഗ്നയാണ്. ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വണ്ടിയാണിത്. അപ്പം കിലോമീറ്റർ വരുന്ന 79,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയം വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വരുമ്പോഴത്തേക്കും എയർ ബാഗും എല്ലാം വരുന്നൊരു മോഡലാണിത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4,65,000 രൂപയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വരുന്നത്. ഫിനാൻസ് എല്ലാം അവൈലബിൾ ആണ്, ഓൾ കേരള അവൈലബിൾ ആണ്. പിന്നെ അത് തന്നെ രണ്ടാമത്തത് വരുന്നത് നമ്മുടെ ഹുണ്ടായുടെ തന്നെ ഹുണ്ടായി ഗ്രാൻഡ് i10 ആസ്ത എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. ഇതെന്ന് വരുമ്പം 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വണ്ടിയാണ്, സെക്കൻഡ് ഓണറാണ്. ഇതും 79,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വേറെ ആക്സിലിസ്റ്ററോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിക്കകത്ത് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് സ്റ്റാർട്ടാണ്, അലോയ് വീൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിനും നമുക്ക് ഫിനാൻസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 4 ഇയർ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ കേരള നമ്മൾ ഫിനാൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2004 മോഡൽ ഒരു മാരുതി 800. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2004 മോഡൽ ഒരു മാരുതി 800 ആണ്, സെക്കൻഡ് ഓണറാണ് വണ്ടി. നിലവിൽ 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് പാർക്ക് ആൻഡ് സെയിലാണ്, കസ്റ്റമർ ഇട്ടേക്കുന്നതാണ്. ഏകദേശം ഒരു 2 ദിവസമായിട്ടേ ഉള്ളൂ ഇതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞത്. AC വണ്ടിയാണ്. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു വണ്ടിയാണ്. ടെസ്റ്റിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഒരു 2 ദിവസം ആയതുകൊണ്ട് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ടയർ കണ്ടീഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത് കസ്റ്റമർ എക്സ്പെക്ടേഷൻ ചെയ്യുന്ന പ്രൈസ് 80,000 രൂപയാണ് കസ്റ്റമർ ഇട്ടേക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് കസ്റ്റമറായിട്ട് ഡയറക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്ത് നമുക്ക് മാക്സിമം പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞത് അതൊരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. 2011 മോഡൽ ഒരു ടാറ്റ ഇൻഡിഗയാണ്, പെട്രോൾ വേരിയൻറ്റ്. വെറും 22,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അലോയ് വീൽസും കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടയർ കണ്ടീഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്. കിലോമീറ്ററും വളരെ കുറവാണ്. അത്യാവശ്യം ഒരു 80,000 രൂപയാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് ആസ്കിങ് ഇട്ടേക്കുന്ന പ്രൈസ്. 1,00,000 രൂപയ്ക്ക് താഴെ നമുക്ക് ഒരു ബഡ്ജറ്റ് വണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു വണ്ടിയായിരിക്കും. കാരണം 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നൊരു മോഡലാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്പേസ് ഉള്ളൊരു വണ്ടി കൂടിയാണിത്. ലോ ബഡ്ജറ്റിൽ വണ്ടി തപ്പി നടക്കുന്നവർക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വാഗണർ നോക്കി നടക്കുന്നവർക്കാണ് 2012 മോഡൽ ഒരു വാഗണർ VXi വന്നിട്ടുണ്ട്. അതായത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 97,000 കിലോമീറ്റർ വണ്ടി ഓടി, കമ്പനി സർവീസ് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് നിലവിലില്ല. വണ്ടിക്കകത്ത് 4 അലോയ്സും കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആൻഡ്രോയിഡ് സീറ്റും സീറ്റ് കവറും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ വെൽ മെയിൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. 3rd ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതും പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് നമുക്ക് വന്നേക്കുന്നത്. ഇത് കസ്റ്റമർ എക്സ്പെക്ടേഷൻ ചെയ്തേക്കുന്നത് 2,65 ലക്ഷം രൂപയാണ്, അതായത് 2,65,000 രൂപയാണ്. നമുക്ക് പക്ഷേ പാർട്ടിയായിട്ട് നമുക്ക് ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയായിട്ട് ഡയറക്റ്റ് കണ്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഫിനാൻസിൻ്റെ കാര്യം നമുക്ക് പ്രൊഫൈൽ അനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. 2012 ആയതുകൊണ്ട് ചിലപ്പോൾ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ വണ്ടിക്കകത്ത് വരുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് സെറ്റൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ലൊരു 3,00,000 രൂപയ്ക്കകത്തൊരു വാഗണർ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് കമൻറ്റൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ലോണിന് നമ്മൾ അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ അത് കണക്ക് തന്നെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയാണ് ലോണിന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വേണ്ടി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ലോണിന് നമ്മുടെ ഷോപ്പിൽ നല്ല വേറെ എവിടെയെങ്കിലും പോയാണെങ്കിൽ ലോണിനൊരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എന്തായാലും ഒരു DSIയുടെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. അവരുടെ പേരെന്ന് പറഞ്ഞാൽ കുവി എന്ന് പറഞ്ഞൊരു DSI ആണ്. അപ്പോൾ അവരുടെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിന് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ താല്പര്യമുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്യാനും അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്, റോഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ലോ ബഡ്ജറ്റ് വണ്ടികളും അത്യാവശ്യം ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വണ്ടികളൊക്കെ നമുക്ക് സ്റ്റോക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഷോപ്പിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.